ഹായ്, ഞാൻ ഡെൽന. മനസ്സിൽ തോന്നിയത് എന്ന പോഡ്കാസ്റ്റിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇപ്പോൾ എല്ലായിടത്തും വേൾഡ് കപ്പിനെ പറ്റിയും പ്ലെയേഴ്സിനെ പറ്റിയും തന്നെയാണല്ലേ ടോക്സ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ മനസ്സിൽ ഓർമ്മ വരുന്നൊരു പ്ലെയറും എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്ലെയറിനെ ഇഷ്ടം എന്നുള്ളതുമാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ലിങ്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലേ. ചിലർക്ക് അതൊരു ഐഡൽ ആയിരിക്കും, ചിലർക്ക് ആ ഒരു പ്ലെയർ ഇൻസ്പയർ ആയതിൻ്റെ റീസൺ വേറെ പലതും ആയിരിക്കും. ചിലർക്ക് ഭയങ്കര ഡൈ ഹാർഡ് ഫാൻ ആയ ചിലരുണ്ടാകും, ചിലർക്ക് അത് മിയർ അഡ്മിറേഷൻ ആയിരിക്കും. അങ്ങനെ പല രീതിയിലും പല ഇൻറ്റൻസിറ്റിയിലും നമുക്ക് ഒരു പ്ലെയറിനോടുള്ള ആരാധന ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം ഓടി വരുന്ന ഒരു പേര് ലിയണൽ മെസ്സിനെ പറ്റിയാണ് കേട്ടോ. ലിയണൽ മെസ്സി, അർജന്റീന, ഈ ടീമും ഈ പ്ലെയറുമാണ് എൻ്റെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് ലിയണൽ മെസ്സി. അതുപോലെ തന്നെ എനിക്ക് ഈ പ്ലെയറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം, എനിക്ക് ഫുട്ബോളിനെ പറ്റി ഒരുപാട് ആധികാരികമായി സംസാരിക്കാനുള്ള നോളജോ അല്ലെങ്കിൽ ഞാൻ ഒരു ഫുട്ബോൾ ഗെയിം കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജേണി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി, കളിക്കുന്ന ഒരു ശൈലി, ഇതെല്ലാം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ മെസ്സി കടന്നു വന്നിരിക്കുന്ന ഒരു സ്റ്റോറി, ഒരു ബാക്ക് സ്റ്റോറി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റൊസാരിയോയുടെ തെരുവിലൂടെ ഫുട്ബോൾ കളിച്ചിടുന്ന ഒരു പയ്യൻ ഇപ്പം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും അദ്ദേഹത്തിൻ്റെ ജേണിയും വളരെയധികം അതിൽ ക്രൂഷ്യൽ റോള് വഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മെസ്സി കുഞ്ഞായിരിക്കുമ്പോൾ മെസ്സിക്ക് സാധാരണ മെസ്സിയുടെ ഏജിലുള്ള അത്രയും കുട്ടികളുടെ ആ ഒരു വളർച്ചയൊന്നും മെസ്സിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം മെസ്സി അന്ന് ടീമിൽ പ്ലേ ചെയ്യുമ്പോൾ മെസ്സിനെ അന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞെലി അല്ലെങ്കിൽ എലി എന്നൊക്കെയായിരുന്നു. ആ മീനിങ് വരുന്ന സ്പാനിഷ് വേർഡ്സ് ആയിരുന്നു മെസ്സിനെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് മെസ്സിക്ക് ബാക്കിയുള്ളവരുടെ അത്ര ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് മെസ്സിക്ക് ആ ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. പക്ഷേ മെസ്സിയുടെ ഗ്രാൻഡ് മദർ മെസ്സിനെയും കൊണ്ട് മെസ്സിയുടെ ചേട്ടന്മാർ കളിക്കുന്ന സ്ഥലത്ത് മെസ്സിനെയും കൊണ്ട് പോയിരിക്കുമ്പോൾ അവിടെ കുട്ടികളുടെ ടീമിൽ ഒരാൾ ഷോർട്ട് ഉള്ളത് കൊണ്ട് അവിടുത്തെ കോച്ച് നോക്കിയായിരുന്നു, ഒരാളെങ്ങനെയെങ്കിലും ഫില്ലിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മെസ്സിനെ കാണുന്നു. അപ്പോൾ മെസ്സിയുടെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട് കോച്ചിനോട്, മെസ്സി നന്നായിട്ട് ഫുട്ബോൾ കളിക്കും, അവനെ കൂടി ടീമിലെടുക്കണമെന്ന്. പക്ഷേ മെസ്സിയുടെ കോച്ച് ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സി കുഞ്ഞിതാണ്, മെസ്സിക്ക് ബാക്കിയുള്ളവരുടെ അത്ര ഹൈറ്റ് ഒന്നുമില്ല, അവരുടെ കൂടെ നിൽക്കുമ്പോൾ മെസ്സിയാണ് ഏറ്റവും കുഞ്ഞിത്. പക്ഷേ ഗ്രാൻഡ് മദർ ഇട്ടുകൊടുക്കുന്നില്ല. ഗ്രാൻഡ് മദർ പിന്നെയും പറയുന്നുണ്ട്, അവൻ ചെറുതാണെങ്കിൽ അവൻ നന്നായിട്ട് കളിക്കും, നന്നായിട്ട് ഓടും, അവനൊരു മിന്നൽ പോലെ ഓടും എന്നാണ് മെസ്സിയുടെ ഗ്രാൻഡ് മദർ ആ കോച്ചിനോട് പറഞ്ഞു എന്നാണ് ഞാൻ സ്റ്റോറിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ മെസ്സിയുടെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കുട്ടികളുടെ ഫുട്ബോൾ ടീമിൽ നിന്നാണ്. അന്ന് ആ ഗ്രാൻഡ് മദർ മെസ്സിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് മെസ്സിയുടെ ജേണി എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. മേ ബി ആ ജേണി ചെറുതായിട്ടെങ്കിലും ഡിഫറെൻ്റ് വന്നോണ്ടേനെ. സോ അവിടെ മെസ്സിനെ സപ്പോർട്ട് ചെയ്തത് മെസ്സിയുടെ ഗ്രാൻഡ് മദറാണ്. സോ ഞാനിങ്ങനെ പിന്നീട് മെസ്സിക്ക് ഒരുപാട് മെസ്സി അതിലൂടെ ബാർസലോണ ക്ലബിലെത്തി, അവിടുന്ന് ലോകം അറിയപ്പെടുന്ന ഫുട്ബോൾ പ്ലെയറായി മാറി. അതെല്ലാം മെസ്സിയുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ടാണ്. സോ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മെസ്സി ഭയങ്കര ഷോർട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നബിലിറ്റി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനോടുള്ള ഇഷ്ടത്തെയോ അല്ലെങ്കിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്കില്ലിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിനെ ഒരിക്കലും അളന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അന്നും ഫുട്ബോൾ ആയിരുന്നു. സോ അദ്ദേഹത്തിനെ ബാക്കിയുള്ളൊരു കളിയാക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കോ അല്ല. ഇപ്പോൾ നമുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കളി ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെസ്സിയുടെ ഒരു കളി വാച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മെസ്സിനെ വേറെ പല പ്ലെയേഴ്സും മെസ്സിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും പേടി മെസ്സിനെയാണ്, ബിക്കോസ് അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്. സോ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ചിലപ്പോൾ അദ്ദേഹം ഇപ്പം എത്ര തന്നെ അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്താലും അല്ലെങ്കിൽ എത്ര തന്നെ അദ്ദേഹത്തിനെ താഴെ ഇട്ടാലും മെസ്സി ഒരിക്കലും ബാക്കിയുള്ള പ്ലെയേഴ്സിനെ പോലെ ഞാൻ താഴെ വീണു, അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞൊരു ഫൗള് പോലെ ആക്കാനോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്നും മെസ്സി ശ്രമിക്കുന്നില്ല. മെസ്സിനെ ഇപ്പം ആരൊക്കെ കൂടി താഴെ ഇട്ടാലും
വെച്ചാലും മെസ്സിയുടെ ശ്രദ്ധ എപ്പോഴും ബോളിലാണ്, ഫുട്ബോളിൽ മാത്രമാണ്. ഓക്കെ, മെസ്സി വീണാലും മെസ്സി എണീക്കും, മെസ്സി ചുറ്റുമുള്ളതിനെ ഒന്നും മൈൻഡ് ചെയ്യില്ല, മെസ്സി എണീക്കും, മെസ്സി വീണ്ടും മെസ്സിയുടെ ജേർണി കണ്ടിന്യൂ ചെയ്യും. അതായത് എങ്ങനെയെങ്കിലും ഫുട്ബോള് ഗോൾ വലയിൽ എത്തിക്കുക, അതാണ് മെസ്സിയുടെ ടാർഗറ്റ്. സോ മെസ്സി അതിനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ ആ ഒരു ശൈലി എനിക്ക് ഭയങ്കരധികം ഇൻസ്പിറേഷനാണ്. അതായത് നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെയല്ലേ, നമ്മൾക്കിപ്പോൾ എത്രയ്ക്ക് ഇപ്പോൾ നമ്മൾക്ക് പലർക്കും പല ഇൻസെക്യൂരിറ്റീസ് കാണും. സോ എനിക്ക് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഷോർട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ മമ്മി ബ്രദർ എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം അത്ര ഹൈറ്റ് ഇല്ല. സോ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഈ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്കും ഓരോ വിളിപ്പേരുണ്ടാവുമല്ലോ സ്കൂളിൽ. പക്ഷെ എൻ്റെ വിളിപ്പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുള്ളത്തി എന്നായിരുന്നു, ബിക്കോസ് ഞാൻ ഹൈറ്റ് കുറവുള്ള ഒരാളായിരുന്നു. സോ അന്ന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി എന്തുകൊണ്ട് എനിക്ക് ഹൈറ്റ് ഇല്ല, ബാക്കി എല്ലാ കുട്ടികൾക്കും ഹൈറ്റ് ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഹൈറ്റ് ഇല്ല എന്ന് ഞാൻ മമ്മിയോട് ചോദിക്കും. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറയുന്നത്, മമ്മി എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, എടി നിനക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ എന്താ, ഇപ്പം ഹൈറ്റ് ഉള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാത്ത പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അവരെക്കാളും കൂടുതൽ മേ ബി പല കാര്യത്തിലും ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ, നിന്റെ അത്ര കഴിവ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മി എന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കുമായിരുന്നു. സോ എനിക്ക് അന്ന് മമ്മി തരുന്ന ഓരോരോ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും മമ്മി തരുന്ന ഒരു സപ്പോർട്ട് എനിക്ക് വളരെ വലുതായിരുന്നു. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് പലർക്കും പല ഇൻസെക്യൂരിറ്റീസ് കാണുമല്ലോ. സോ എനിക്ക് ചെറുപ്പത്തിൽ ഹൈറ്റ് ഇല്ലാത്തത് ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. പക്ഷേ വലുതായി വന്നപ്പോൾ എനിക്കൊരു +1 +2 എത്തിയപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി അപ്പാടെ മാറിപ്പോയി. സോ ഞാൻ വിചാരിക്കുന്നുണ്ട്, എനിക്ക് അന്നേരം ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഇപ്പം എനിക്ക് ഹൈറ്റ് ഇല്ലെങ്കിലും ദൈവം എനിക്ക് വേറെ പല സ്കിൽസും തന്നിട്ടുണ്ട്, വേറെ കഴിവും തന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഹൈറ്റ് ഇല്ല എന്നൊരു ഫാക്ടർ അല്ല എൻ്റെ ഒരു ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് പതുക്കെ വന്നു. സോ ഹൈറ്റ് ഇല്ലാത്തൊരു കുറവാണ് ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല. സോ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് കാണും. ചിലർക്ക് തോന്നും ഹൈറ്റ് കുറവാണ്, ചിലർക്ക് തോന്നും ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്, എനിക്ക് ഇത്ര ഹൈറ്റ് വേണ്ടായിരുന്നു, ചിലർക്ക് തോന്നും എനിക്ക് ഈ സ്കിൻ ടോൺ വേണ്ടായിരുന്നു, ചിലർക്ക് തോന്നും ഞാൻ ഇത്ര ഫെയർ സ്കിൻ ടോൺ എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ പല പല ചിന്താഗതി, പല ഇൻസെക്യൂരിറ്റീസ് പലർക്കും ഉണ്ടാകും. സോ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യുണീക്കായിട്ടാണ്. അപ്പോൾ നമ്മൾക്കുള്ള ഇൻസെക്യൂരിറ്റീസ് ഒരിക്കലും നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനായിട്ട് ഒരു തടസ്സമായി നിൽക്കരുത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മൈൻഡിനോട് തന്നെ പറയാം, ബിക്കോസ് അതല്ല ഞാൻ എന്ന വ്യക്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇത് ലിങ്ക് ചെയ്യുന്ന മെസ്സി ആയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ മെസ്സി ആണെന്നുള്ളത്. മെസ്സിയുടെ ലൈഫിൽ, മെസ്സിയുടെ ചെറുപ്പത്തിൽ മെസ്സി കുറെ സ്ട്രഗിൾസിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മെസ്സി ഒരു പ്ലെയറായി മാറുന്നതിന് തടസ്സം നിന്നിട്ടില്ല. ബിക്കോസ് മെസ്സി ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു. പല സ്ട്രഗിൾസിലൂടെയും അദ്ദേഹം ക്ലബിൽ കയറി പറ്റുന്ന ടൈമിൽ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ കുറവായത് കാരണം ഫിസിക്കലി അദ്ദേഹത്തിന് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ഇന്ന് ലോകം കാണുന്ന ഒരു വലിയ പ്ലെയറായി മാറുന്നതിന് ഒരിക്കലും തടസ്സമായി നിന്നിട്ടില്ല. സോ മെസ്സിയുടെ ഒരു ഡിറ്റർമിനേഷനും മെസ്സി ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മെസ്സിയുടെ ഗോൾ, അതായത് മെസ്സിയുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി, അതിലുള്ള ഫോക്കസും അതൊക്കെ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളും മെസ്സിയുടെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുകയാണെങ്കിൽ നമുക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ലൈഫിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ടെങ്കിലും, അതായത് എന്തൊക്കെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും, നമുക്ക് നെഗറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ നെഗറ്റിവിറ്റിനെ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ലക്ഷ്യം മാറിപ്പോകും. സോ നമ്മുടെ ചുറ്റും ആരൊക്കെ നമ്മളെ തള്ളി താഴെ ഇടാൻ ശ്രമിച്ചാലും, ആരൊക്കെ നമ്മളെ പറ്റി ബാക്ക് സ്റ്റാബ് ചെയ്താൽ, നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരെങ്കിലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമ്മളെ പറ്റി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയോ അതൊക്കെ ചെയ്താലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾക്ക് ഒരു ഗോൾ ഉണ്ടാവും, അതിനെ പറ്റി മാത്രം നോക്കി നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുക. ലൈക്ക് മെസ്സി ഒരു ഫുട്ബോൾ ഫീൽഡിൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഗെയിമിൽ മെസ്സി ചെയ്യുന്നത് പോലെ സെയിം തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. സോ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ അതുണ്ടെങ്കിലോ ഒന്നും അതൊരു മാറ്റർ അല്ല. അതുപോലെ തന്നെ മെസ്സിയുടെ
ലൈഫിൽ മെസ്സിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് മെസ്സിയുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ട് കാണില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. മേ ബി ചിലർക്ക് ഒരാളായിരിക്കും സപ്പോർട്ട്. സോ മേ ബി അത് നമ്മുടെ അമ്മയായിരിക്കാം, നമ്മുടെ ബ്രദർ ആയിരിക്കാം, നമ്മുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ആരായിരുന്നാലും നമ്മൾക്ക് ആ ഒരു സപ്പോർട്ട് ഉള്ളത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇൻ കേസ് നമുക്ക് ഒരാൾ പോലും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ തന്നെ ആയിരിക്കണം. സോ നമ്മൾക്ക് ചുറ്റും എന്തൊക്കെ വന്നാലും മെസ്സിനെ പോലെ ഒരു കുലുക്കവും ഇല്ലാതെ വാട്ട് എവർ ഹാപ്പൻസ് ദ ജേർണി മസ്റ്റ് ഗോ ഓൺ. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഞാൻ ഈ വേൾഡ് കപ്പും ആയിട്ട് ലിങ്ക് ചെയ്ത് പറയാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേൾഡ് കപ്പ് ഇഷ്ടപ്പെട്ട ഓരോരോ പ്ലെയേഴ്സ് ഉണ്ടാവൂലേ, ഓരോ കൺട്രീസ് ഉണ്ടാവും. സോ ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വാച്ചിങ്. സോ ഇനി എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റിലൂടെ അടുത്ത ഒരു ചെറിയ ചിന്തയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ടൈം നേരുന്നു. അപ്പൊ സീ യു, ബൈ.